കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കെ വടകര റൂറൽ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗ്രനേഡ് ഉപയോഗിക്കാൻ പരിശീലനം. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിലുടനീളം കോൺഗ്രസ് കലാപം സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വിവിധ സബ് ഡിവിഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത സമയം ഏർപ്പെടുത്തിയായിരുന്നു പരിശീലനം. വടകര റൂറൽ SP-യുടെ ഉത്തരവ് പ്രകാരമാണ് SHO, SI അടക്കമുള്ള സേനാംഗങ്ങൾക്ക് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിശീലനം നൽകിയത്. പേരാമ്പ്രയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റൂറൽ SP-യുടെ ഉത്തരവിനെ പരിഹസിച്ച UDF നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ഇത് സ്വാഭാവിക നടപടിക്രമമാണെന്ന് SP-യുടെ പ്രതികരണം. എല്ലാ വർഷവും വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലീസുകാർക്ക് പരിശീലനം നൽകേണ്ടതുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ പരിശീലനമെന്നും SP പറഞ്ഞു. ഇതിനിടെ പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് നേതാവ് വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈത്തോത്ത്, മുസ്തഫ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് എറിഞ്ഞിട്ടില്ലെന്നും ഇപ്പോൾ വാദിപ്രതിയായ അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാം, ഇത് വേണ്ട, ബംഗാൾ ആവർത്തിക്കരുത്. കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ, നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ്. അതിന് പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവർ. പേരാമ്പ്രയിലുണ്ടായത് UDF ആക്രമണമാണെന്ന് ആവർത്തിക്കുകയാണ് CPM. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ബോംബും കല്ലും വടിയും ഒക്കെയായിട്ട് പോലീസുമായി സംഘർഷത്തിന് പുറപ്പെട്ടാൽ ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്ന് ഇപ്പം പകൽ വെളിച്ചം പോലെ തെളിഞ്ഞത്. അതേസമയം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ 8 UDF പ്രവർത്തകരാണ് അറസ്റ്റിലായത്. മീഡിയ 1 കോഴിക്കോട്.